ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളെ ഏവരെയും അതിൻ്റെ വിശേഷമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ കിളികളൊക്കെ വളരെ കുറവാണ്. ആകെ ഫിഞ്ചും പിന്നെ കൊണിയൂറിൻ്റെ ഒരു പെയർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇനിയും കിളി എന്തായാലും വാങ്ങണം. അപ്പോൾ ആ കിളികൾ ഇന്ന് നമുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് അറിയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു പെറ്റ് ഷോപ്പാണ്. അവിടെ പോയി നമുക്ക് ഇന്ന് എന്താ കിളി വാങ്ങാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പെറ്റ് ഷോപ്പ്, പെറ്റ്സ് മോൾ. ഇത് കോഴിക്കോട് ചേവരമ്പലം ഭാഗത്താണ് വരുന്നത്. ഈ പെറ്റ്സ് മോൾ ടോട്ടൽ 4 നിലയുണ്ട് കേട്ടോ. ഇത് പെറ്റ്സ് മോളിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയാണ്. ഇതിലാണ് ബേർഡ്സും കാറ്റ്സ്, ഡോഗ്സ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ ഏതായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ബേർഡ്സിനെ എന്തായാലും വാങ്ങണം. അപ്പോൾ നമുക്ക് കുറച്ച് ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെ ഇഷ്ടമായി. അപ്പോൾ എന്തായാലും അത് നോക്കാം. ഫസ്റ്റ് തന്നെ ലുട്ടീനോൻ്റെ ഒരു പേരെടുത്താലോ എന്ന് വിചാരിച്ച്. ഈ ലുട്ടീനോ എന്ന് പറയുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ്. കൊന്യൂർസിനെ പോലെ തന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെയും മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇവർ ബോണ്ട് വിടുത്ത് നോക്കിയിട്ടാണ് മെയിലാണോ ഫീമെയിലാണോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കാരണം ഓരോ ബേർഡ്സിനെ DNA ചെയ്യണമെങ്കിൽ കുറച്ച് നല്ല എക്സ്പെൻസീവ് ആവും. അപ്പോൾ ഇത് ഡയല്യൂട്ടഡ് ബ്ലൂ പീച്ചാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് മെയിലും ഫീമെയിലും ഇല്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. നോക്കുമ്പോൾ ഇത് 3 എണ്ണം ഉണ്ടായിരുന്നു, 3ഉം ഫീമെയിൽ തന്നെയായിരുന്നു. അപ്പോൾ അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്ലൂ മാസ്ക് ആണ്. ബോൺ വിഡ്ത്ത് നോക്കി മെയിൽ ഏതാ ഫീമെയിൽ ഏതാന്ന് മനസ്സിലാക്കാൻ കുറച്ച് പണിയാണ്. ഇത് എക്സാക്റ്റ് കറക്റ്റായി കിട്ടുമൊന്നുമില്ല, ബട്ട് ഓൾമോസ്റ്റ് 80% കറക്റ്റായി. പിന്നെ എല്ലാവർക്കും ഇത് മനസ്സിലാവുമൊന്നുമില്ല. ഇതിന് നല്ല എക്സ്പീരിയൻസ് വേണം മെയിൽ ഏതാ ഫീമെയിൽ ഏതാന്ന് ബോൺ വിഡ്ത്ത് നോക്കി പറയാൻ. ഇനി അടുത്ത നമ്മളൊരു ഗ്രീൻ ഫിഷറിൻ്റെ പേരെടുത്താലോ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മളൊരു ഗ്രീൻ പീച്ചിൻ്റെ പേരും കൂടി എടുത്തു. അപ്പോൾ ഇത് ഗ്രീൻ പീച്ചാണ്. ഗ്രീൻ പീച്ചിൻ്റെ വില ഇവർ ഏകദേശം 2,800 എന്നാണ് പറഞ്ഞത്. ഇത് ഗ്രീൻ ഫിഷറാണ്. ഇതിൻ്റെ വില 3,500 പറഞ്ഞത്. അപ്പോൾ അടുത്തത് ലുട്ടിനോ ആണ്. ലുട്ടിനോൻ്റെ വില 3,500. അപ്പോൾ ഇത് ബ്ലൂ പീച്ചാണ്. ഇതിൻ്റെ വില 3,000. ഇത് ബ്ലൂ മാസ്ക് ആണ്. ഇതിൻ്റെ വില 3,750 രൂപയാണ്. അടുത്തത് യെല്ലോ ഫിഷറാണ്. ഇതിൻ്റെ വില 3,750 രൂപയാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഗ്രീൻ ഫിഷറാണ്. ഇതിൻ്റെ വില 3,500. അപ്പോൾ ഈ പെറ്റ്സ് മോളിൻ്റെ സെക്കൻഡ് ഫ്ലോർ കേജസും അക്വേറിയത്തിനും വേണ്ടിയിട്ടുള്ള സെക്ഷനാണ്.
എല്ലാം നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സാണ് ഇവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ താഴത്തെ നിലയിലാണെങ്കിൽ പെറ്റ്സിനുള്ള ഫുഡ് ഐറ്റംസാണ് ഉള്ളത്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ അക്വേറിയമും ഓർണമെൻ്റൽ ഫിഷസാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആഫ്രിക്കൻ ബേർഡ്സിന് വാങ്ങിയത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഏതായാലും അതിനെ തൽക്കാലം ഈ കൂടിൽ റിലീസ് ചെയ്യാം. കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ട് മെയിൻ കൂടിലേക്ക് ഏവിയറിയിലേക്ക് മാറ്റാം. കാരണം എന്തെങ്കിലും ഡിസീസും പക്ഷിപ്പനിയൊക്കെ ഉള്ളതല്ലേ, ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചയിൽ അറിയാം. അപ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഏവിയറിയിലേക്ക് മാറ്റാം. അപ്പോൾ ഈ കൂടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് എൻ്റെ പണ്ടത്തെ ഒരു കമ്പ്യൂട്ടർ ടേബിളായിരുന്നു. ആ ടേബിളിൻ്റെ ഒരു ചെറിയ നെറ്റ് അടിച്ച് ഡോറ് വെച്ച് ഉണ്ടാക്കി. നെറ്റിനാകെ ചിലവ് വന്ന 200 റുപ്യയാണ്. ആകെ ഈ കൂടിന് വന്ന ചിലവ് 200 റുപ്യയാണ്. പിന്നെ ബാക്കിയൊക്കെ ഇവിടെ ഉള്ള സാധനങ്ങളാണ്. അതടിച്ചുണ്ടാക്കി ടേബിളിൻ്റെ ഇടയിലുള്ള കള്ളികളൊക്കെ എടുത്തു മാറ്റി മുന്നിലും ബാക്കിലും നെറ്റ് വെച്ച് ആണിയടിച്ച് ഉണ്ടാക്കിയ കൂടാണിത്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ആഫ്രിക്കൻ ബേർഡ്സിനെ ഇടാം. ഫ്രണ്ട്സ്, നമുക്ക് ഈ വാങ്ങിയ ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെ ഈ കൂട്ടിലേക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് വാങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയായിട്ട്. ഇനി ആ ചെറിയ കൂടുന്ന് നമുക്ക് തിരിച്ചത് ഏവിയറിയിലേക്ക് മാറ്റണം. ഇതാണ് നമ്മൾ ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. ഇതിനെ ഒരു ചെറിയ കൂടിലേക്ക് ആക്കിയിട്ട് തൽക്കാലം ഏവിയറിയിലേക്ക് മാറ്റാം. ഇതിൻ്റെ അകത്തൊരു പേർ ഫിഞ്ചുണ്ട്, അവർ ഇതിലേക്ക് റിലീസ് ചെയ്യാണ്ട്. പിന്നെ 4 പേര് ആഫ്രിക്കൻ ലവ് ബേർഡ്സാണ് ഉള്ളത്. ഇതേ നമ്മളെ യെല്ലോ സൈഡഡ് കൊണ്യൂർസൊക്കെ ഓൾറെഡി ഇൻസ്പെക്ഷൻ തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ ആഫ്രിക്കൻ ലവ് ബേർഡ്സിനൊക്കെ ഏവിയറിയിലേക്ക് റിലീസ് ചെയ്തു കഴിഞ്ഞു. ആ ചെറിയ കൂടുന്ന് ഏവിയറിയിലേക്ക് ഷിഫ്റ്റ് ആക്കിയപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റുമായി എത്തുന്നത് വരെ ബൈ.